മുതല ചത്തുകിടന്ന ആ പുഴക്കരയിൽ പോയി നോക്കാം. അതേ വഴിയുള്ളൂ. അതെ, അതുവരെ ഇത് ഈ മരപ്പത്തിൽ സൂക്ഷിക്കാം. അതാ ലുട്ടാപ്പി ബോധം കെട്ട് കിടക്കുന്നു. ദേ അവിടെ ആ കുറുക്കനുമുണ്ട്. കുറുക്കനെ കണ്ട് കുട്ടിച്ചത്തം പേടിക്കുകയോ? മായാവി, എന്തോ ഒന്നും മിണ്ടാത്തത്? മായാവി, മായാവി, നിങ്ങൾ ആ കുറുക്കൻ്റെ അടുത്ത് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഇല്ല. എന്നാൽ എനിക്ക് കാണാം. ഹോ, ലുട്ടാപ്പിയും ഇത് കണ്ടാണ് ഇപ്പൊ പേടിച്ചു വീണത്. തീർച്ച. എന്താണത്? എന്താണ് അവിടെ കാണുന്നത്? മനുഷ്യർക്കോ മൃഗങ്ങൾക്കോ കാണാത്ത പലതും ഞങ്ങൾക്ക് കാണാം. അത്തരമൊരു കാഴ്ച. ഫറവോയുടെ രൂപം. ആ കുറുക്കനും അതുമായി എന്തു ബന്ധം? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്ന സാധനം ആ കുറുക്കൻ്റെ കൈവശമുണ്ട്. ആ രത്നം. ഇനി നമ്മൾ എന്തു ചെയ്യണം? കുറുക്കൻ്റെ അടുത്ത് ചെല്ലാൻ പറ്റില്ല. നമ്മളെ കണ്ടാൽ അവൻ ഓടും. എന്തെങ്കിലും ഒരു വഴി തെളിയുമെന്ന് പ്രതീക്ഷിക്കാൻ. ആര് വരുന്നുണ്ടല്ലോ? അതാ കടുവയാണ്. കൂടെ ഒരു മൂങ്ങയും ഉണ്ടല്ലോ. വൈദ്യരെ, സൂത്രന്റെ കാര്യം കട്ടപ്പുകയായി. വിളിച്ചിട്ട് അനക്കമില്ല. ആ പാമ്പ് കടിച്ചോ ആവോ? സംഗതി ഗൗരവമാണല്ലോ. നോക്കാം. വയറ്റിലെന്തോ കട്ടിയായി കിടക്കുന്നുണ്ട്. അവനെ പുറത്ത് ചാടിക്കണം. അപ്പോൾ ഈ കല്ലാണ് ഇതിനെല്ലാം കാരണം. രത്നം സൂത്രൻ കാട്ടുപഴമാണെന്ന് കരുതി തിന്നതാ. അമ്പടാ, സൂത്രന്റെ വയറുവേദനിപ്പിച്ച കല്ല്. ഗുഡ് ക്യാറ്റ്. വരൂ, ഇനി സമയം കളയാനില്ല. വേഗം രത്നം ഇതിൽ പിടിപ്പിക്കണം. ഓക്കെ. ഇനിയുള്ള ജോലി എനിക്ക് വിട്ടുതരൂ. ഓൾ ദ ബെസ്റ്റ് മായാവി. രാജമുദ്രയുമായി ശരവേഗത്തിൽ മായാവി കുതിച്ചു പാഞ്ഞു. ഫറവോ തന്നെ പിന്തുടരുന്നത് മായാവിക്ക് കാണാമായിരുന്നു. കടൽ രാജമുദ്ര ഉപേക്ഷിക്കാൻ യോജിച്ച സ്ഥലം. ഒരു കടൽ ജീവിയും ഇത് കൊത്താതിരിക്കട്ടെ. മായാവിയുടെ ആഗ്രഹം സഫലമായി. സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ ഒരു കൊച്ചുമീൻ പോലും ശ്രദ്ധിക്കാതെ ആ രാജമുദ്ര കിടന്നു. അതോടെ ഫറവോ ശാന്തനായി ഉറങ്ങാൻ തുടങ്ങി. ബാക്കിയുള്ള കഥ ചുരുക്കി പറയാം. ഹെലികോപ്റ്റർ നഷ്ടപ്പെട്ട ജമ്പനെയും തുമ്പനെയും മായാവി തോളിലേറ്റി നാട്ടിലെത്തിച്ചു. ബോധം കെട്ടുകിടന്ന ലുട്ടാപ്പിയെ കുട്ടൂസൻ എപ്പോഴേ തിരിച്ചു വന്നെടുത്തുകൊണ്ടുപോയി. വിഴുങ്ങിയ രത്നം പുറത്തു വന്നതോടെ വിശപ്പും തിരിച്ചു വന്ന സൂത്രൻ ഷേരുവിനൊപ്പം പുതിയ സൂത്രവിദ്യകൾ ആലോചിച്ചു തുടങ്ങി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.